blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഓരോ ദിവസവും ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുന്നവരോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിനോട് നന്ദി അറിയിക്കുന്നു. ആദ്യമേ തന്നെ നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിനായി ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ ഈ സമയത്ത് സൂററ്റിൽ നിന്നുള്ള ഷാജിനും അശ്വതിക്കുമായി പ്രാർത്ഥിക്കുന്നു. ഷാജിൻ്റെ പിതാവ് യശോധരൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് ആ സഹോദരനെ അനുഗ്രഹിക്കുന്നു. സകല നന്മകളാൽ ഇന്ന് നിറയ്ക്കണമേ. ഷാജിന് ഏറ്റവും നല്ല ശമ്പളമുള്ള ഒരു സ്ഥിര ജോലി കർത്താവെ അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, കേരളത്തിൽ തനിക്ക് സ്വന്തമായി ഒരു ഭവനം ഉണ്ടാകട്ടെ. അശ്വതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. MSc നഴ്സിംഗ് വളരെ നന്നായി സക്സസ്ഫുള്ളായി പൂർത്തിയാക്കുവാൻ, നല്ലൊരു ജോലി ലഭിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിലെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ യശോധരൻ. നമുക്കിനി അടുത്ത സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഈ സമയത്ത് പത്തനംതിട്ടയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ആ സഹോദരിയുടെ മകൾക്ക് കർത്താവെ അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, കുഞ്ഞുങ്ങളുണ്ടാകാൻ ഞങ്ങൾ ഈ സമയത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം അവർക്ക് കർത്താവെ പൈതങ്ങളെ കൊടുക്കണമേ. മരുമകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ നല്ല ഒരു ജോലി നൽകണമേ. എല്ലാ അനുഗ്രഹങ്ങളാലും ആ മകനെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. BCom വളരെ നന്നായി പാസ്സാകുവാൻ സഹായിക്കണമേ. വളരെ നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാകാനും ഞങ്ങൾ ഈ സമയത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അടുത്തൊരു സ്പോൺസർക്ക് വേണ്ടി കൂടെ നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവം, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ന്യൂ പൻവേലിൽ നിന്നുള്ള രാമചന്ദ്രനും സുലോചനയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, രാമചന്ദ്രൻ്റെ തൻ്റെ 2 പ്രോപ്പർട്ടീസ് വിൽക്കുവാനുള്ളത് വിൽക്കുവാനും പുതിയൊരു ഭവനം വാങ്ങുവാനും അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മേൽ അങ്ങ് അനുഗ്രഹങ്ങളെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് തനിക്ക് ലഭിക്കുവാനുള്ള പണം ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. മകൾ നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കൊടുത്ത് തൻ്റെ ഭാവിയെ ഏറ്റവും അനുഗ്രഹിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ നവംബർ 28 വെള്ളി. സമയം രാവിലെ 10 മുതൽ. ബിഷപ്പ് മാണിക്യം ഹാൾ, ഹാർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബാംഗ്ലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നവംബർ 29 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. I'm not only speaking about wealth or riches or properties. ഞാൻ നിങ്ങളോട് അനുഗ്രഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സമ്പത്തിനെക്കുറിച്ചോ സമൃദ്ധിയെക്കുറിച്ചോ മാത്രമല്ല പ്രസംഗിക്കുന്നത്. He can build any area of your life. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഏത് ഭാഗത്തെയും അവന് പണിയാൻ സാധിക്കും. Number 1, he can rebuild the lost glory. ഒന്നാമതായിട്ട് നഷ്ടപ്പെട്ട തേജസ്സിനെ അവന് പണിത് നൽകാൻ സാധിക്കും. The Bible says, when you read the book of Romans, all have sinned and have come short of the glory of God. ബൈബിൾ പഠിക്കുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു. The original man, I mean the first man whom we call Adam, was a glorious man. ആദ്യത്തെ മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്ന ആദാം അവനൊരു തേജസ്സിൽ നിറഞ്ഞു നിന്ന ഒരു മനുഷ്യനായിരുന്നു. He was clothed with
God's glory. ദൈവത്തിന്റെ തേജസ്സിനെ വസ്ത്രം പോലെ ഉടുപ്പിക്കപ്പെട്ടവനായിരുന്നു ആദാം. Are you listening to me? എത്ര പേര് എന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്? When he was created അവൻ സൃഷ്ടിക്കപ്പെട്ട നാളിൽ by the hands of God, ദൈവത്തിന്റെ കരങ്ങളാലാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. he was dressed in God's glory. അന്ന് ദൈവത്തിന്റെ തേജസ്, ആ മഹത്വത്തിന്റെ ഉടുപ്പിനാലും അവൻ അണിയപ്പെട്ടിരുന്നു. He was not wearing pants or shirt just as I am wearing. ഞാൻ ഇട്ടിരിക്കുന്ന പോലെ പാന്റും ഷർട്ടും ഒന്നും ആ സമയത്ത്, സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ആദാം ഇട്ടിരുന്നില്ല. There was no need of any external dress because he was covered with the glory of God. ആ സമയത്ത് പുറമേ ഒരു വസ്ത്രം ധരിക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. കാരണം അവന്റെ ശരീരം മുഴുവൻ ദൈവത്തിന്റെ തേജസ് കൊണ്ട് മറയ്ക്കപ്പെട്ടിരുന്നു. Because he was created in the image and likeness of the creator. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമായിരുന്നു. Hallelujah. Hallelujah. If you read Psalm 104, നിങ്ങൾ സങ്കീർത്തനം 104 വായിച്ചാൽ the Bible says our God is dressed up with light. അവിടെ നാം കാണുന്നു നമ്മുടെ ദൈവം വെളിച്ചത്തെ വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്നു. Hallelujah. Hallelujah. That is his dress. അതാണ് നമ്മുടെ ദൈവത്തിന്റെ വസ്ത്രം എന്നുള്ളത്. In the same way, അതുപോലെ തന്നെ Adam was wearing the glory of God as his dress. ആ ദൈവത്താൽ നേരിട്ട് സൃഷ്ടിക്കപ്പെട്ട ആദാമും ദൈവത്തിന്റെ അതേ വസ്ത്രമായ തേജസ്സിന്റെ വസ്ത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ And ഉടുത്തിരുന്നത്. as he was leading a glorious life, അങ്ങനെ അദ്ദേഹം ഒരു മഹത്വത്തിന്റെ തേജസ്സിന്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ unfortunately the tragedy took place. അത് നമുക്കറിയാം, വളരെ നിർഭാഗ്യവശാൽ ഇതാ ഒരു സങ്കടകരമായ സംഭവം നടക്കുകയാണ്. What was it? അതെന്തായിരുന്നു? He disobeyed God's commandment. ദൈവത്തിന്റെ കൽപ്പനയെ അവൻ അനുസരിക്കാതിരുന്നു. He sinned against his creator. ദൈവത്തെ അല്ലെങ്കിൽ അവന്റെ സൃഷ്ടാവിനെതിരെ അവൻ പാപം ചെയ്തു. That was the time the glory left him. ആ സമയത്ത് ദൈവം ഉടുപ്പിച്ച ആ തേജസ് അവരിൽ നിന്ന് മാഞ്ഞുപോയി. And he started feeling nakedness. അപ്പോഴാണ് അവർക്ക് നഗ്നരാണ് എന്ന ചിന്തയുണ്ടാകുന്നത്. This is what the Bible says. ഇത് ബൈബിൾ പറയുന്ന കാര്യമാണ്. But because he lost his glory, അദ്ദേഹം അല്ലെങ്കിൽ ആദാം തന്റെ തേജസ് നഷ്ടപ്പെട്ട and നിമിത്തമായിട്ട്, because he started feeling nakedness, തങ്ങളുടെ നഗ്നതയുടെ കാര്യം നിമിത്തമായിട്ട്, even though there were temporary arrangements to dress him up, എന്നാൽ അവരുടെ നാണം മറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു താൽക്കാലികമായ ഒരു സംവിധാനം നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. but later എന്നാൽ പിന്നീട് God wanted to give him his original glory. പിന്നീടുള്ള തലമുറകളിലേക്ക് നോക്കുമ്പോൾ ദൈവം മനുഷ്യർക്ക് തൻ്റെ യഥാർത്ഥ തേജസ് തന്നെ ഉടുപ്പിക്കുവാൻ, മടക്കി കൊണ്ടുവരുവാൻ മനുഷ്യരെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. Ezekiel chapter 36 and verse number 33. അത് എസെക്കിയേലിന്റെ പ്രവചന പുസ്തകം 36-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, This is what the sovereign Lord says. On that day I cleanse you from all your sins. I will resettle your towns and the ruins will be rebuilt. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന നാളിൽ ഞാൻ നിങ്ങളുടെ പട്ടണങ്ങളിൽ വീണ്ടും ജനങ്ങളെ പാർപ്പിക്കും. നിങ്ങളുടെ ശൂന്യ ശിഷ്ടങ്ങൾ പണിയപ്പെടുകയും ചെയ്യും. I'm just going to give you the spiritual implication. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആത്മീകമായ ചില മാറ്റങ്ങളെ കുറിച്ചാണ് Of course, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. this had an implication with the people of Israel. എനിക്കറിയാം, ഇത് സത്യത്തിൽ ഇത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെട്ട കാര്യമാണ്. But there is a promise for us too. എന്നാൽ ഇവിടെ നമുക്കുമുള്ള ചില വാഗ്ദാനങ്ങൾ ഇവിടെയുണ്ട്. What is the promise? എന്താണ് ഇവിടെയുള്ള വാഗ്ദാനം എന്നുള്ളത്? This promise has a condition. ഇവിടുത്തെ വാഗ്ദാനത്തിന് ചില വ്യവസ്ഥകൾ കൂടെ കർത്താവ് വെച്ചിട്ടുണ്ട്. On the day I cleanse you from all your sins, I will rebuild. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന നാളിൽ ഞാൻ നിങ്ങളുടെ പട്ടണത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശൂന്യ ശിഷ്ടങ്ങളെ പണിയും. Now I need your attention. ഇനി ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമുണ്ട്. The Bible says, ബൈബിൾ പറയുന്നു,
God is ready to rebuild your life. ദൈവം നിങ്ങളുടെ ജീവിതത്തെ പണിയുവാൻ ആഗ്രഹിക്കുന്നു. But before that, your sins should be dealt with. എന്നാൽ അതിനു മുൻപ് നിങ്ങളുടെ പാപത്തിന്റെ കാര്യത്തിൽ ഒരു പരിഹാരം കാണണം. Did you get the point? ഞാൻ ഈ പറയുന്ന പോയിന്റ് കിട്ടുന്നുണ്ടോ? God is the builder. ദൈവം പണിയുന്നവനാണ്. He is the rebuilder. അവൻ And പുനർനിർമ്മിക്കുന്നവനാണ്. he is willing to build any life here. ഇവിടെ ഇരിക്കുന്ന ആരുടെയും ജീവിതത്തിന് അവന് പണിയാനുള്ള ശക്തിയുണ്ട്. He can rebuild your spiritual life. നിങ്ങളുടെ ആത്മീക ജീവിതത്തെ അവന് പുനർനിർമ്മിക്കാൻ സാധിക്കും. He can rebuild your wealth. നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ അവന് പുനർനിർമ്മിക്കാൻ He സാധിക്കും. can restore your properties or wealth. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സ്വത്തോ അവന് മടക്കി തരാൻ സാധിക്കും. But before that, എന്നാൽ അതിനു മുൻപ് God says, I have to deal with I have to cleanse you from your sins. എന്നാൽ അതിനു മുൻപ് ദൈവം പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ പാപത്തിന്റെ കാര്യത്തിൽ ചിലത് ചെയ്യാനുണ്ട്. നിങ്ങളുടെ പാപങ്ങളെ മുഴുവൻ കഴുകി മാറ്റുവാനായിട്ടുണ്ട്. Bible says on that day God is saying, I cleanse you from all your sins. It is God's duty. God is willing to cleanse you from all your sins. ഇവിടെ 33-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവിടെ ദൈവം പറയും, നിങ്ങളുടെ എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന നാളിൽ. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയായിട്ടാണ് അവിടെ പറയുന്നത്. God says, I will cleanse you from all your sins. ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും. Are you there? നിങ്ങൾ എത്ര പേര് ഇവിടെയുണ്ട്? Hallelujah. ഹല്ലേലൂയ. And that's why God himself came to our midst. അതിനു വേണ്ടിയിട്ടാണ് ദൈവം തന്നെ നേരിട്ട് നമ്മുടെ നടുവിലേക്ക് വന്നത്. Jesus came into this world. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. And he dealt with our sins on the cross of Calvary. കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് അവനൊരു പരിഹാരമായി തീർന്നു. Now our duty is just to believe in the sacrifice of Jesus. ആ നമ്മുടെ ഉത്തരവാദിത്തം എന്നുള്ളത് യേശുവിന്റെ ആ ത്യാഗ മരണത്തെ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. And that is the time the blood of Jesus will cleanse us from all our sins. യേശുവിന്റെ ആ ക്രൂശീകരണത്തെ അത് എനിക്ക് വേണ്ടിയാണെന്ന് നാം വിശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ പാപങ്ങളുടെ മേൽ യേശുവിന്റെ രക്തത്താൽ കഴുകലുണ്ടാകുന്നു, ശുദ്ധീകരണം ഉണ്ടാകുന്നു. Somebody shout hallelujah. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാല് God says, I am ready to restore everything back to you. എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് മടക്കി നൽകുവാനായി I am ready ആഗ്രഹിക്കുന്നു. to restore your health back to you. നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾക്ക് മടക്കി നൽകാൻ ദൈവം I am ആഗ്രഹിക്കുന്നു. ready to restore back your health to you. ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ആരോഗ്യത്തെ മടക്കി തരുവാൻ I am ready ആഗ്രഹിക്കുന്നു. to give back your ministry. ഞാൻ നിങ്ങളുടെ ശുശ്രൂഷയെ മടക്കി തരുവാൻ I am ready to ആഗ്രഹിക്കുന്നു. give back your anointing. ഞാൻ നിങ്ങളുടെ അഭിഷേകത്തെ മടക്കി But തരാൻ before ആഗ്രഹിക്കുന്നു. any rebuilding should take place, ഏതൊരു പുതുക്കിപ്പണിയിന് മുൻപായിട്ട് there should be a cleansing. അതിനു മുൻപ് ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. This is what the Holy Spirit demands from us. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. We need to cleanse ourselves നമ്മൾ നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ട with ആവശ്യമുണ്ട്. the blood of Jesus. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ. Hallelujah. Hallelujah. And when we turn away from sins, നാം ഇതുപോലെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു മാറുമ്പോൾ God will start the rebuilding in our lives. നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ പുതുക്കി പണിയാനായി ആരംഭിക്കും. One more Mysore. Hallelujah. ഒരിക്കൽ കൂടെ മൈസൂർ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. I am so excited tonight ഇന്ന് രാത്രി ഞാൻ വളരെ ആവേശത്തിലാണ്. because God is the rebuilder in our lives. കാരണം ദൈവം നമ്മുടെ പുതുക്കി പണിയുന്ന ദൈവമാണ്. Now the following things which I am going to tell you is very, very important. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Our God is a God of second chances. നമ്മുടെ ദൈവം രണ്ടാമതൊരു അവസരം നൽകുന്ന ദൈവമാണ്. Say it again. ഒന്ന് പറയാമോ? നമ്മുടെ ദൈവം രണ്ടാമതൊരു അവസരം നൽകുന്ന ദൈവമാണ്. Our God is a God of second chances. നമ്മുടെ ദൈവം രണ്ടാമതൊരു അവസരം നൽകുന്ന ദൈവമാണ്. David in the Bible he says, Lord, give me back the joy of your salvation. അതുകൊണ്ടാണ് ദാവീദ് ബൈബിളിൽ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവമേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി നൽകണമേ. That means God is able to give you the joy of salvation back. അതിന്റെ അർത്ഥം ഇതാണ്, രക്ഷയുടെ സന്തോഷത്തെ മടക്കി നൽകുവാൻ നമ്മുടെ ദൈവം ശക്തിമാനാണ്.
ഇദ്ദേഹത്തിൻ്റെ പേര് ഷിജു, സിസ്റ്ററിൻ്റെ പേര് ദീന. ഇവർക്ക് ആദ്യത്തെ കുഞ്ഞിന് 4.5 വയസ്സുണ്ട്. ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ആദ്യത്തെ കുഞ്ഞ് പെൺകുഞ്ഞായിരുന്നു. ഓക്കെ. അത് മാത്രമല്ല ഇവരുടെ കുടുംബത്തിലുള്ള ചേട്ടനനിയന്മാർ, സിസ്റ്റേഴ്സ്, അവരെല്ലാവരും മക്കള് പെൺകുട്ടികളാണ്. എല്ലാവരും പെൺകുട്ടികളാണ്. അപ്പം പെൺകുട്ടികളായതുകൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു വിഷമത്തിൽ ഇവരിയ്ക്കുകയായിരുന്നു. എന്നാൽ പ്രതീക്ഷിക്കാതെ ഈ സഹോദരി പ്രഗ്നന്റ് ആയി. ആ സമയത്ത് ഇവര് ഇങ്ങനെ ഒരു വന്നപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായി, പ്രയാസമായി തോന്നി. എന്നാൽ ഇവർ ചെയ്തത് നമ്മുടെ പ്രെയർ കോൾ സെന്ററിലേക്ക് വിളിച്ച് ഇവർ പ്രാർത്ഥിച്ചു. ഇവിടെ എല്ലാവരുടെയും ചിന്ത, നാട്ടുകാരുടെ എല്ലാം വിചാരം, വയറൊക്കെ കാണുമ്പോൾ ആളുകളെല്ലാം പറയുന്നത് പെൺകുട്ടിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞു. ലക്ഷണം ആളുകളെല്ലാം പറയുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നാൽ പ്രെയർ കോൾ സെന്ററിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ നിന്നുള്ള പ്രെയർ വാരിയേഴ്സ് പറഞ്ഞു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കർത്താവ് ഒരു ആൺകുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ആൺകുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവർ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസം 23 ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ സാധിച്ചു. അത് മാത്രമല്ല ഇവര് അന്ന് ആ കുഞ്ഞ് ജനിച്ച സമയത്ത് ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ കുട്ടികൾക്കും മഞ്ഞപ്പിത്തം വന്നു. 90% കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞ് ഇവർക്കൊരു ഉള്ളിലൊരു പേടി വന്നു. ഇവർ ചെയ്തത് നമ്മുടെ പ്രെയർ കോൾ സെന്റർ വിളിച്ച് പിന്നെയും പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനൊരു കുഴപ്പവും ഉണ്ടാവില്ല, കർത്താവ് സംരക്ഷിച്ചുകൊള്ളുമെന്ന് അവിടുന്ന് പ്രെയർ വാരിയേഴ്സ് വിളിച്ചു പറഞ്ഞു. ആ കുഞ്ഞിനൊരു കുഴപ്പവുമില്ലാതെ ഈ കുഞ്ഞിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഈ കുഞ്ഞ് ദൈവം കൊടുത്തൊരു കുഞ്ഞായിരിക്കുന്നത് കൊണ്ട് ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കുഞ്ഞ് കമന്ന് വീഴുവാനിടയായി തീർന്നു. വേഗത്തിൽ തന്നെ മൈൽ സ്റ്റോൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത മറ്റൊരു സാക്ഷ്യം ഇതാണ്. അദ്ദേഹത്തിന്റെ ഷോൾഡറിന് കുറച്ച് നാൾ മുൻപ് ഒരു പെയിൻ വന്നിട്ട് അദ്ദേഹം ഡോക്ടറെ കാണിച്ചപ്പോൾ ഈ ജോയിന്റ് സെപ്പറേറ്റ് ആയിട്ടിരിക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞത്. ഏത് കൈക്കായിരുന്നു? ഈ കൈ, റൈറ്റ് ഹാൻഡിൽ. അപ്പോൾ ഈ ഷോൾഡർ അവിടെ നിന്ന് ജോയിന്റ് വിട്ടുപോയ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ജോയിന്റ് വിട്ടുപോയി. ഡോക്ടർ പറഞ്ഞു മരുന്നുകൾ കഴിക്കണം, പൂർണ്ണ വിശ്രമം എടുക്കണം, പണിയൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞയച്ചു. ഇത് ഈ കുഴ തെറ്റിയിട്ട് അകന്നിരിക്കുകയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ചെയ്തത് നമ്മുടെ പ്രെയർ കോൾ സെന്റർ വിളിച്ച് പിന്നെയും പ്രാർത്ഥിച്ചു. അദ്ദേഹം പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ സൗഖ്യം കർത്താവ് കൊടുത്തു. അദ്ദേഹം മരുന്ന് കഴിച്ചില്ല, റെസ്റ്റ് എടുത്തില്ല. ഇപ്പം ജോലിക്ക് പോകാവുന്ന എല്ലാ രീതിയിലും ആ വേദന പൂർണ്ണമായി മാറി കർത്താവ് അനുഗ്രഹത്തെ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. ഒരു കുടുംബത്തിൽ പ്രാർത്ഥനയുടെ ഫലമായി നിരന്തരമായി ആവർത്തിച്ച് കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളാണ് നമ്മൾ കേട്ടത്. ഒരിക്കൽ കൂടെ കർത്താവിന് കൈകളടിച്ച് നന്ദി പറയാം. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ആത്മീയ വെളിച്ചം നൽകിയ ബ്ലെസ്സിംഗ് ടുഡേ, 10,000ങ്ങളുടെ ജീവിതത്തിന് പുതിയ തലങ്ങൾ സമ്മാനിച്ച ബ്ലെസ്സിംഗ് ടുഡേ, നമ്മെ ഓരോരുത്തരെയും എണ്ണമറ്റ അനുഗ്രഹത്തിലേക്ക് നയിച്ച ബ്ലെസ്സിംഗ് ടുഡേ. ബ്ലെസ്സിംഗ് ടുഡേയുടെ 1000ാമത്തെ എപ്പിസോഡ് സെലിബ്രേഷനും കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ വാർഷികാഘോഷവും ഡിസംബർ 5, 6 വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 8:30 വരെയും ഡിസംബർ 7-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും. അനുഗ്രഹത്തിന്റെ ഈ 3 ദിവസങ്ങളിൽ ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും കൂടാതെ അഭിഷിക്തരായ ദേവദാസന്മാരും ശുശ്രൂഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുവാനും സാക്ഷികളാകുവാനും ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. പ്രാർത്ഥനയിലൂടെ വൻ കാര്യങ്ങൾ നേടിയെടുത്ത മനുഷ്യരുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ ആ ചരിത്രങ്ങൾ മാത്രം നമ്മൾ കേട്ടിരുന്നാൽ പോരാ, മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതുകൊണ്ട് കാര്യം. നമ്മുടെ ജീവിതത്തിൽ അതുപോലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ നമുക്കും വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിലും കർത്താവ് പ്രവർത്തിക്കും. കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ആരെയും അവൻ ഉപേക്ഷിച്ച് കളയുകയില്ല. വിശ്വാസത്തോടെ, താഴ്മയോടെ നാം അവൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ സമയത്ത്
ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏത് രോഗമായിരുന്നാലും അതിൻ്റെ മേൽ വലിയ സൗഖ്യത്തെ കർത്താവെ അങ്ങ് പകരണമേ. ഹാർട്ടിൻ്റെ തകരാറുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രത്യേകിച്ച് ഹാർട്ടിന് ബ്ലോക്കുകളുള്ളവർ, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പൾസ് റേറ്റിന് വ്യത്യാസമുള്ളവർ, ഹാർട്ട് ബീറ്റിന് വ്യത്യാസമുള്ളവർ, ചിലപ്പോൾ കൂടുതലാകാം അല്ലെങ്കിൽ കുറവാകാം, അതുപോലെ ഹാർട്ട് വീക്കായിട്ടുള്ളത്, ഏത് രീതിയിലുള്ള ഹാർട്ടിൻ്റെ തകരാറാണെങ്കിലും കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം സൗഖ്യമാകട്ടെ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ മുതലായതിൽ വലിയ വ്യത്യാസങ്ങളുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം നോർമൽ ആകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് നോർമൽ ആകട്ടെ. തലച്ചോറിന് സംബന്ധിച്ചുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് സ്ട്രോക്ക് വന്നവർ, ബ്രെയിൻ ഹെമറേജ് ഉണ്ടായി ബ്ലഡ് ക്ലോട്ട് ഒക്കെ വരികയും അതിനുശേഷമുള്ള ശരീരത്തിൽ, ഓർമ്മയിൽ, സംസാരത്തിലൊക്കെയുള്ള വൈകല്യങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവ ഇപ്പോൾ സൗഖ്യമായിട്ട്. പ്രത്യേകിച്ച് ടോമി എന്നു പേരുള്ളൊരു സഹോദരനെ, തലയോട് ബന്ധപ്പെട്ട രോഗമുള്ള ടോമി, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. അതുപോലെ കഴുത്തിൻ്റെ അസ്ഥികൾക്ക് തേയ്മാനമുള്ളവരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാകും. നട്ടലിന് തേയ്മാനമുള്ളവർ, അതുപോലെ ഡിസ്കുകൾക്ക് തകരാറുള്ളവർ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഇൻ ജീസസ് നെയിം. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകുന്നു. യേശുവിൻ നാമത്തിൽ ത്വക്ക് രോഗങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. ശോഭ എന്നു പേരുള്ളൊരു സഹോദരിയുടെ ത്വക്കിലുള്ള പ്രയാസങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ സന്ധിവാതം യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ. അതുപോലെ ഗർഭാശയത്തിനകത്തുള്ള മുഴകൾ, അനാവശ്യമായ വളർച്ചകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ഫാദർ. ഓവറിയിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹൈപ്പോതൈറോയിഡിസം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ചില സഹോദരന്മാരിലുള്ള പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. അതുപോലെ ഗോൾ ബ്ലാഡർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പാൻക്രിയാസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. ഞാൻ ഈ രോഗങ്ങൾ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ രോഗങ്ങളല്ലായിരിക്കാം, നിങ്ങളുടെ രോഗം പറയാൻ വേണ്ടിയായിരിക്കാം കാത്തിരിക്കുന്നത്. പക്ഷെ അത് കേട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി നിങ്ങൾ ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗമായിരുന്നാലും ഇപ്പോൾ അത് മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലിപ്പോൾ കർത്താവ് കൽപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കണമേ. താങ്ക് യു ജീസസ്. വലിയ വിടുതലുകൾ കർത്താവെ കൽപ്പിക്കുന്നതിനാണ്. സാമ്പത്തികമായ വിടുതലുകൾ കൽപ്പിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭവനമുണ്ടാകേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അംഗവൈകല്യം നിമിത്തം പ്രയാസപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങയുടെ കൈകളിലേക്ക് ഈ സമയത്ത് ഓരോരുത്തരെയും സമർപ്പിച്ചിരിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും പ്രാർത്ഥനയിൽ ലോകമെമ്പാടും അനേകർക്ക് കർത്താവ് വിടുതൽ കൊടുക്കും. ചിലർ പെട്ടെന്ന് ആ രോഗസൗഖ്യം തിരിച്ചറിയും, ചിലർ തിരിച്ചറിയുന്നത് വൈകിയായിരിക്കാം. എപ്പോൾ നിങ്ങൾ തിരിച്ചറിയുമോ ആ സമയത്ത് പ്രയർ കോൾ സെൻറ്ററിലേക്ക് വിളിച്ച് ആ രോഗസൗഖ്യത്തെ, അത്ഭുതത്തെ, അനുഗ്രഹത്തെ റിപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമല്ല, എത്രയും വേഗം നിങ്ങളുടെ അടുക്കൽ നിങ്ങൾക്ക് എത്തിച്ചേരാവുന്ന ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് തീർച്ചയായും യേശുവിൻ്റെ മഹത്വത്തിനായി, എനിക്ക് വേണ്ടിയിട്ടല്ല, ബ്ലെസ്സിങ് ടുഡേക്ക് വേണ്ടിയിട്ടല്ല, അതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുമല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ വിശ്വാസത്തിന് വേണ്ടി തീർച്ചയായും അതിന് സാക്ഷ്യം വഹിക്കണം. അത് ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന നന്ദി പ്രകാശനത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും.
കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, പല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. 8-9 പുസ്തകങ്ങൾ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്നു, ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം ഉണ്ടെന്ന് പോലും അറിയാത്ത ഒത്തിരി പേരുണ്ട്. അവരോട് പറയണം, എന്നെങ്കിലും ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ വെബ്സൈറ്റിൽ blessingtoday.tv എന്ന വെബ്സൈറ്റിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ കാണാൻ സാധിക്കും. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചന ശുശ്രൂഷയും നാളെ ഉണ്ടായിരിക്കും. കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ന്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: മഹാപുരോഹിതന് പരിചയമുണ്ടായിരുന്ന യേശുവിന്റെ ഒരു ശിഷ്യനാര്? Which disciple of the Jesus was known by the high priest? Options: A. Patros, B. Yohanan, C. Malchus, D. Matthias. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് ഓയം ബോക്സ് നൽകുന്ന നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.